ഹലോ, ഗുഡ് ഈവനിങ്. ഇന്ന് ഉത്രാടമാണ്. എന്താണ് എല്ലാവരുടെയും പരിപാടി, എന്തൊക്കെയായി കാര്യങ്ങൾ? നമ്മുടെ ഇവിടെ ഇപ്പോൾ സമയം 4:30 കേട്ടോ. അപ്പോൾ എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞ് ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞു. അച്ഛനും അമ്മയും മാത്രമാണ് ഉറങ്ങിയത്, നമ്മൾ ഉറങ്ങിയിട്ടില്ല. പിന്നെന്താണ്, തൂത്തുവാരലെല്ലാം കഴിഞ്ഞു. ഇനി തുടയ്ക്കാനുണ്ട്. പിന്നെ വൈകുന്നേരത്തെ വിളക്കിനുള്ള പരിപാടികളൊക്കെ നടക്കുവാണ്. പിന്നെ നാളത്തെ അത്തത്തിനുള്ള പൂവൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ ഇവിടെ ഇരുന്ന് ചിക്കു പൂ കെട്ടുവാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പോയി പൂവൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. പിന്നെ കുറച്ച് തുളസിയെല്ലാം നമ്മൾ പറിച്ചു. പിന്നെ അതേ ഈ പൂക്കൾ ഓരോ കവറിലാക്കി നമ്മൾ വെച്ചേക്കുവാണ്. അമ്മ അടുക്കളയിൽ ചായ ഇടുന്ന തിരക്കിലാണ്. ചോറുണ്ട അല്ല തിരി കത്തിക്കണത് ഇലയുടെ ഒരു സൈഡിലൂടെ തട്ടപ്പിക്കണം. അപ്പം അത് ഈ മാമൻ്റെ മോൻ ഒട്ടും പ്രതീക്ഷിക്കാതെ അമ്മയ്ക്കും അച്ഛനും ഓണക്കോടിയായിട്ട് വന്നു കേട്ടോ. നമ്മൾ ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയിപ്പോയി. ഞങ്ങളെക്കാട്ടി കൂടുതൽ അമ്മയച്ഛനാണ് സർപ്രൈസ് ആയത്. അമ്മയ്ക്കില്ലാത്ത കടികളും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് രണ്ടുപേർക്ക് ഓരോ ഓണക്കോടി കിട്ടി. കളറുള്ള കേട്ടോ, നല്ല രസം. ഷർട്ട് മാത്രം എടുക്കുന്നു. ഓ, സിൽവർ അച്ഛനില്ല. എല്ലാം തൊടു. അങ്ങനെ ഉത്രാട വിളക്ക് കത്തിച്ചു. അപ്പോൾ ഇനി ഒന്ന് ഓണക്കുടിയിൽ വരെ പോയി ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. വണ്ടിയിലല്ല, ജസ്റ്റ് ഒന്ന് നടന്ന് ഓണക്കുടിയിൽ വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞാനും ചിക്കും അമ്മൂസും അച്ഛനുണ്ട്. പിന്നെ അപ്പുറത്തുനിന്ന് കസിൻ്റെ മോളും ഉണ്ട്. അപ്പം ജസ്റ്റ് ഒരു ഈവനിങ് വാക്ക്, അത്രേ ഉള്ളൂ. അവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് അന്ന് നമ്മൾ വീഡിയോ പോയപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഓണക്കുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ നൈറ്റിൽ പോകുമ്പോഴല്ലേ നമുക്ക് അതിൻ്റെ വ്യൂ കാണാൻ പറ്റുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നടന്ന് കണ്ട് ജസ്റ്റ് ഒന്ന് ചില്ലായിട്ട് വരാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, ഹിറ്റ്ലർ മാധവൻകുട്ടി പോകുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലും എത്ര പറഞ്ഞാലും മനസ്സിലാവാതെ കുറച്ച് നാട്ടുകാരും ഉണ്ടാവും എന്ന് പറഞ്ഞ സത്യം. നോക്കി, ഇവിടെ കാണാൻ വന്നിട്ട് പൂക്കളൊക്കെ പറിക്കരുതെന്ന് ബോർഡ് വെച്ചിട്ട് പോലും CCTV ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും ഇതൊക്കെ പിച്ച് കളഞ്ഞേക്കുവാണ് വെള്ളത്തിലേക്ക്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ആൻറ്റിമാർ നടത്തുന്ന ചായക്കടയിൽ കയറി ഒരു ചായയും കുറച്ച് ഐസ്ക്രീംസും ഒക്കെ വാങ്ങിച്ചു കേട്ടോ. നമുക്കൊരു വൈബല്ലേ ഇങ്ങനെയൊക്കെ പോയി ചുമ്മാ നിന്ന് വായി നോക്കി നിന്ന് ഇതൊക്കെ തിന്നുമ്പോൾ ഒരു രസം, അത്രയേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ കസിൻ ബ്രദർ അവിടെയും വന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അച്ഛനും പിന്നെ അവിടെ ഉണ്ടായിരുന്ന നമുക്ക് പരിചയമുള്ള രംഗങ്ങളുണ്ട്. ആ രംഗങ്ങളിലും ഒക്കെ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ചിട്ടു. അവരും കുട്ടിയാവുകയാണല്ലോ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരും, അവരും എൻജോയ് ചെയ്തിട്ട് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ഓണക്കുടിൽ വിസിറ്റും കഴിഞ്ഞിരിക്കുകയാണ്. നടന്ന് തളർന്നു. ഇനി വീട്ടിൽ പോവുക, ഉള്ളതൊക്കെ വാരി കഴിക്കുക, കിടന്നുറങ്ങുക. പൂവിറുക്കണം, ശരിയാണ്, മറന്നുപോയി. നാളെ അത്ത ഇടാനുള്ള പൂവ് സെറ്റ് ചെയ്യാനുണ്ട്. അതുകൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോയി കിടന്നുറങ്ങണം. അപ്പോൾ ഉത്രാട വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നാളെ തിരുവോണമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം.